ഓം ശ്രീ ഗുരുഭ്യോ നമ. SMECT KP അസ്ട്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വിഷയം മീനത്തിൽ ഉച്ചസ്ഥനായ ശുക്രൻ തരുന്ന ശുക്ര ആദിത്യ യോഗവും അതേപോലെ തന്നെ മാളവ്യ യോഗവും കൊണ്ട് ഗുണം ലഭിക്കുന്ന രാശികളെക്കുറിച്ചാണ്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ശുക്ര ആദിത്യ യോഗം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. മീനമാസം 19-ാം തീയതി മുതൽ കുജൻ മീനത്തിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി മാളവ്യ യോഗഫലം അനുഭവപ്പെട്ടു തുടങ്ങും. ഈ പറയുന്ന 2 രാജയോഗങ്ങളും 5 രാശിക്കാർക്ക് ഗുണഫലങ്ങൾ നൽകുന്നുണ്ട്. അതിൽ മേടം, കർക്കിടകം എന്നിവയുൾപ്പെടെയുള്ളവർക്ക് വലിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും. ഈ രാശിക്കാർക്ക് ജീവിതത്തിൽ പുരോഗതിയും വളർച്ചയും ഒക്കെ തേടിയെത്തും. ജീവിതത്തിൽ ഏത് വിജയവും കൈക്കുമ്പിളിലാക്കാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു സമയം കൂടിയായിരിക്കും. ഈ മീനമാസത്തിൽ ഏതൊക്കെ രാശിക്കാർക്കാണ് ഗുണാനുഭവങ്ങൾ, ആർക്കൊക്കെയാണ് മാറ്റങ്ങൾ ഉണ്ടാവുന്നത് എന്ന് നമുക്ക് നോക്കാം. മേടൻ രാശിയിൽ വരുന്ന അശ്വതി, ഭരണി, കാർത്തികയുടെ 1-ാം പാദം ഈ 3 നക്ഷത്രക്കാർക്ക് ശുക്ര ആദിത്യ യോഗവും മാളവ്യ യോഗവും ഈ പറഞ്ഞ 2 രാജയോഗങ്ങളും ഗുണാനുഭവങ്ങളും പുരോഗതിയും വാരിക്കോരി നൽകുന്നുണ്ട്. പലപ്പോഴും തൊഴിലിൽ മാറ്റങ്ങൾ പലതും അത്ഭുതപ്പെടുത്തുന്നതൊക്കെ ആയിരിക്കും. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ തേടിയെത്തും. സാമ്പത്തിക മാറ്റങ്ങൾ നിങ്ങളിൽ മികച്ച അവസരങ്ങളൊക്കെ നൽകും. കുടുംബത്തിൽ പ്രിയപ്പെട്ടവർക്കൊപ്പം സമയം ചെലവഴിക്കുന്നതിനും സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകുവാനും ഒക്കെ സാധിക്കുന്നതാണ്. എല്ലാ അവസരങ്ങളിലും ഇവർക്ക് പലതരത്തിലുള്ള മാറ്റങ്ങളാണ് തുടക്കമിടുന്നത്. എല്ലാ അവസരത്തിലും പലതരത്തിലുള്ള മാറ്റങ്ങൾക്കാണ് തുടക്കമിടുന്നത്. യാത്രകൾ പലതും ഇവർക്ക് അനുകൂലമായ മാറ്റങ്ങളായിരിക്കും തുടക്കമിടുന്നത്. ജീവിതത്തിൽ വലിയ വലിയ സന്തോഷവും സംതൃപ്തിയും നിങ്ങളെ തേടിയെത്തുന്ന ഒരു സമയം കൂടിയാണ്. അടുത്തതായിട്ട് ഈ രാജയോഗങ്ങൾ കൊണ്ട് ഏറ്റവും കൂടുതൽ ഗുണഫലം ലഭിക്കുന്നത് കർക്കിടകൻ രാശിയിലുള്ള പുണർതം 4-ാം പാദം, പൂയം, ആയില്യം എന്നീ 3 നക്ഷത്രക്കാർക്കാണ്. ഇവർക്ക് ഈ രാജയോഗം കൊണ്ട് അനുകൂലമായ പല മാറ്റങ്ങളും തേടിയെത്തുന്നുണ്ട്. ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ തീർത്തും ഇല്ലാതാകും. അതുകൂടാതെ സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്നതൊക്കെ ആയിരിക്കും. പല കോണിൽ നിന്നും പ്രശസ്തിയും അംഗീകാരങ്ങളും ഒക്കെ തേടിയെത്തും. മുതിർന്ന ഉദ്യോഗസ്ഥർ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ സ്വാധീനം ചെലുത്തുന്ന സമയം കൂടിയാണ്. നിങ്ങളെ ഏറെ നാളുകളായി അലട്ടിക്കൊണ്ടിരുന്ന പല പ്രശ്നങ്ങൾക്കും വളരെ പെട്ടെന്ന് തന്നെ പരിഹാരം കാണാനൊക്കെ സാധിക്കും. പിന്നെ ബന്ധങ്ങളൊക്കെ മികച്ചു നിൽക്കുന്നൊരു സമയമാണ്. പ്രത്യേകിച്ച് എടുത്തു പറയാനായിട്ടുള്ളത് സാമ്പത്തികമായി മികച്ച നേട്ടങ്ങൾ തേടിയെത്തുന്ന സമയമാണ് എന്ന് വേണം പറയാൻ. അടുത്തത് ചിങ്ങം രാശിയിലുള്ള മകം, പൂരം, ഉത്രത്തിൻ്റെ 1-ാം പാദം ഈ 3 നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവർക്ക് ശുക്ര ആദിത്യ യോഗവും മാളവ്യ യോഗവും കൊണ്ട് വളരെയധികം സന്തോഷകരമായ അനുഭവങ്ങളൊക്കെയാണ് ഉണ്ടാകാൻ പോകുന്നത്. പ്രണയവും സന്തോഷവും ഒക്കെ തേടിയെത്തും. പുതിയ മാറ്റങ്ങൾ നിങ്ങളിൽ ഗുണാനുഭവങ്ങൾ അനുഭവിക്കുവാനുള്ള യോഗത്തെയൊക്കെ കൊണ്ടുവരും. സാമ്പത്തിക സ്ഥിതി നിങ്ങളുടെ ജീവിതത്തിൽ മികച്ച തോതിലുള്ള മാറ്റങ്ങളൊക്കെ തന്നെ ഉണ്ടാക്കും. ആരോഗ്യപരമായിട്ടുള്ള എല്ലാവിധ പ്രശ്നങ്ങളെയും പരിഹരിക്കുവാനും നല്ല നിലയിൽ മുന്നോട്ട് പോകാനും ഒക്കെ സാധിക്കും. അതോടൊപ്പം തന്നെ സന്തോഷവും ഐശ്വര്യവും സമാധാനവും ഒക്കെ തേടിയെത്തും. വീട്ടിൽ സുഖവും സമാധാനവും സന്തോഷവും ഐശ്വര്യവും ഒക്കെ നിറഞ്ഞു നിൽക്കും. യാത്രയ്ക്കുള്ള അവസരങ്ങളൊക്കെ വന്നു ചേരും. ആഴ്ചയുടെ അവസാനത്തിൽ സാമ്പത്തികമായ പല മാറ്റങ്ങളും നിങ്ങൾക്കുള്ള നേട്ടങ്ങൾ കൊണ്ടുവരും. ശുഭകരമായ മാറ്റങ്ങൾ നിങ്ങൾക്ക് സുഖവും ഐശ്വര്യവും കൊണ്ടുവരുന്നതായിരിക്കും. പൊതുവെ സമാധാനവും സന്തോഷവും കൂടുതൽ അനുഭവിക്കാൻ കഴിയും. അടുത്തത് കന്നി രാശിയിലുള്ള ഉത്രം 2, 3, 4 പാദം, അത്തം, ചിത്തിരയുടെ 1, 2 പാദം ഈ 3 നക്ഷത്രക്കാർക്ക് പുതിയ സൗഹൃദങ്ങളൊക്കെ തേടിയെത്തും. നിർണായകമായ മാറ്റങ്ങൾ പലതും
നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നൊരു സമയമാണ്. അതുമാത്രമല്ല, ആരോഗ്യപരമായി ഇതുവരെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം മാറി നല്ല പുരോഗതിയൊക്കെ ഉണ്ടാകും. ശാരീരികമായിട്ട് മികച്ച സമയം തന്നെയാണ്. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഒക്കെ തേടിയെത്തും. പല കാര്യങ്ങളിലും മാറ്റം ഉണ്ടാകുന്നതിനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട്. സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് പല വിധത്തിലുള്ള മാറ്റങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ദീർഘകാലമായിട്ടുള്ള ആഗ്രഹങ്ങൾക്കൊക്കെ വിരാമമിടുന്നതിനൊക്കെ സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ പല പുതിയ തുടക്കങ്ങളും ഉണ്ടാകാൻ പോകുന്നൊരു സമയം കൂടിയാണ് എന്നതിൽ യാതൊരുവിധ സംശയവും വേണ്ട. അടുത്തത് വൃശ്ചികക്കൂറിൽ വരുന്ന വിശാഖം 4-ാം പാദം, അനിഴം, തൃക്കേട്ട എന്നീ 3 നക്ഷത്രക്കാരാണ്. ഈ നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവർക്ക് ശുക്രാദിത്യ യോഗവും മാളവ്യ യോഗവും കൊണ്ട് തൊഴിൽ രംഗത്ത് പല വിധത്തിലുള്ള നല്ല മാറ്റങ്ങൾ നിങ്ങളെ തേടിയെത്തും. വളരെ കാര്യമായ പുരോഗതി തന്നെ ഉണ്ടാകും. സ്ഥാനമാനങ്ങൾ പലതും നിങ്ങളെ തേടിയെത്തും. പുതിയ പല പദ്ധതികളും വിജയകരമായി മാറ്റുന്നതിനുള്ള സാധ്യതയുണ്ട്. ബിസിനസ് രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ ബിസിനസ് ആരംഭിക്കുന്നതിന് ഏറ്റവും അനുകൂലമായ സമയമാണ്. ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ തേടിയെത്തും. പല കാര്യങ്ങളിലും ഏറ്റവും മികച്ച രീതിയിലൊക്കെ തീരുമാനങ്ങൾ എടുക്കുവാനൊക്കെ സാധിക്കും. വരുമാനം വർദ്ധിപ്പിക്കുവാനുള്ള സാധ്യതകൾ ഏറെയുണ്ട്. പ്രണയ സാക്ഷാത്കാരം ഉണ്ടാകും. ജീവിത പങ്കാളിയുമായിട്ടുള്ള ബന്ധം കൂടുതൽ ശക്തമാകും. പൊതുവെ ജീവിതത്തിൽ സുഖവും സന്തോഷവും സമാധാനവും ഒക്കെ അനുഭവിക്കാൻ കഴിയുന്ന ഒരു സമയം തന്നെയാണ്. മുകളിൽ പറഞ്ഞ ഈ 5 രാശികളിൽ വരുന്ന 15 നക്ഷത്രക്കാർക്കാണ് ഈ 2 രാജയോഗം കൊണ്ട് ഏറ്റവും കൂടുതൽ ഗുണഫലങ്ങളൊക്കെ ലഭിക്കാൻ പോകുന്നത്. പിന്നെ ജ്യോതിഷപരമായിട്ടുള്ള എല്ലാവിധ ആവശ്യങ്ങൾക്കും ജ്യോതിഷ കൺസൾട്ടേഷനും ജ്യോതിഷ പഠനത്തിനുമൊക്കെ ഞങ്ങളുടെ സ്ഥാപനവുമായി ബന്ധപ്പെടാവുന്നതാണ്. ജ്യോതിഷം പഠിക്കാൻ പ്രത്യേകിച്ച് ജാതിയോ മതമോ പ്രായപരിധിയോ ഒന്നും തന്നെ നോക്കേണ്ടതില്ല. ആർക്ക് വേണമെങ്കിലും പഠിക്കാൻ കഴിയുന്ന ഒരു ശാസ്ത്രമാണ്. താല്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ സ്ഥാപനവുമായി ബന്ധപ്പെടാവുന്നതാണ്. പിന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത്. എന്നാൽ മാത്രമേ ഈ ചാനലിൽ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് ഉടനെ ലഭിക്കുകയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.